വീണ്ടും ബെറ്റർ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ രാജൻ ജോസഫ് മാഞ്ഞൂരാനാണ്. അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മുൻ മേധാവിയും ഇപ്പോൾ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവിയുമാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. വളരെയേറെ റിസർച്ച് നടക്കുന്ന ഒരു മേഖലയാണ് ഹൃദ്രോഗം തടയാനുള്ള മാർഗങ്ങളെക്കുറിച്ച്. ഏതെങ്കിലും രാജ്യത്തിന് ഈ ഹൃദ്രോഗം തടയാനോ കുറയ്ക്കാനോ സാധിച്ചിട്ടുണ്ടോ ഈ ശ്രമം കൊണ്ട്? തീർച്ചയായും. ഏകദേശം 1960-70കളിൽ മിക്ക പാശ്ചാത്യ രാജ്യങ്ങളിലും നല്ല വികസിച്ച രാജ്യങ്ങളിൽ ഹൃദ്രോഗബാധ ഏകദേശം ഒരു സാംക്രമിക രോഗം കണക്കായിപ്പോയി. അത് അവിടുത്തെ സർക്കാർ മനസ്സിലാക്കുകയും പല സന്നദ്ധ സംഘടനകളും അതിൻ്റെ ഗൗരവം ഏറ്റെടുക്കുകയും അവിടെയുള്ള ജനങ്ങളെ ഹൃദ്രോഗം എങ്ങനെ തടയാം എന്നുള്ളതിനെപ്പറ്റി ബോധവൽക്കരിക്കുകയും ചെയ്തു. 25 മുതൽ 50% വരെ കുറഞ്ഞ രാജ്യങ്ങളുണ്ട്. ഹൃദ്രോഗത്തെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് റിസ്ക് ഫാക്ടേഴ്സ്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്മോക്കിംഗ്. ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ്? കൊഴുപ്പ് രക്തക്കുഴലിൽ പതിച്ച് അതിലോസ്ക്ലെറോസിസ് ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അഥവാ അപകട ഘടകങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയാവുന്നത് പുകവലി, അതുപോലെ തന്നെ രക്തത്തിലുള്ള ഉയർന്ന കൊളസ്ട്രോൾ, ഡോക്ടർ തന്നെ പറയുന്നുണ്ട് പ്രമേഹ രോഗം, ഉയർന്ന രക്തസമ്മർദ്ദം, പാരമ്പര്യത്വം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ അകത്തും ചുറ്റും കൊഴുപ്പ് അടിയുന്നത് കൊണ്ട് ഹൃദ്രോഗബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെന്ന് പറയാവുന്നത് കൂടിയ പിരിമുറുക്കം, ചെറിയ കാരണങ്ങളെ പറ്റിയൊക്കെ ധാരാളം മാനസിക പിരിമുറുക്കമുള്ളവരിലും ഹൃദ്രോഗബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ, ഇതിൽ പറഞ്ഞതിൽ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഈ അബ്ഡോമിനൽ ഒബീസിറ്റി. ഈ നമ്മൾ പല ആൾക്കാർക്കും ഒരു കൺസെപ്റ്റ് ഉണ്ട്, വണ്ണമുള്ളവർക്കെല്ലാം ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂടുതലുണ്ട്, വണ്ണം കുറഞ്ഞവർക്ക് ഹാർട്ട് അറ്റാക്കിന് സാധ്യത കുറവാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ജനങ്ങളുണ്ട്. അത് ശരിയാണോ ഡോക്ടറെ? അത് പൂർണ്ണമായിട്ടും ശരിയല്ല. ഏത് ഭാഗത്താണ് കൂടുതൽ വണ്ണം വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടുതലാണ് പൊണ്ണത്തടി ഉള്ളവരിൽ അബ്ഡോമിനൽ ഒബീസിറ്റി ഉള്ളവർ പുറമേ നിന്ന് മനസ്സിലാക്കാവുന്നത് നമുക്ക് കുടവയർ ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് എടുക്കാം, ഒരു ഫോർ റണ്ണർ എന്ന് വേണമെങ്കിൽ പറയാം. അതേ സമയത്ത് ഒരു ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരാൾ വ്യക്തിക്ക് വണ്ണം ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അതൊരു വലിയ ഒരു റിസ്ക് ആയിട്ട് കൂട്ടേണ്ട ആവശ്യമുണ്ട്. ഈ റിസ്ക് ഫാക്ടറിൽ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, എക്സസൈസിൻ്റെ കുറവാണ് പലർക്കും ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾക്ക് പ്രധാന കാരണം. പലരിലും അറിയാൻ മേലെ എന്താണ് കറക്റ്റായിട്ടുള്ള എക്സസൈസ് എന്നുള്ള പലരും ചോദിക്കാറുണ്ട്. ട്രെഡ്മില്ല് മതിയോ, നടന്നാൽ മതി? ഡോക്ടർ, എങ്ങനെയാണ് ഒരു കറക്റ്റ് ഗൈഡൻസ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിക്കുമോ? എന്ത് എക്സസൈസാണ് ഹൃദ്രോഗം തടയാനായിട്ട് അഡ്വൈസബിൾ ആയിട്ടുള്ളത്? എനിക്ക് പറയാവുന്ന, നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യാവുന്ന ഒരു വ്യായാമമാണ് നമുക്ക് അതിനെ തിരഞ്ഞെടുക്കേണ്ടത്. തുടർച്ചയായിട്ട് ചെയ്യാവുന്ന വ്യായാമങ്ങളെന്ന് പറയുന്നത് ക്രമമായി നടക്കുക, അല്ലെങ്കിൽ സ്പീഡ് കുറച്ച് ഓടുക, അല്ലെങ്കിൽ ഓടുക, സൈക്കിൾ ചവിട്ടുക, നീന്തുക, അതിൽ ഡാൻസ് ചെയ്യുക, ഇതെല്ലാം തുടർച്ചയായി ചെയ്യാവുന്ന വ്യായാമങ്ങളാണ്. അതിൽ കൂടുതൽ സമയം ചെയ്യാവുന്നത് നടക്കുക എന്നുള്ള വ്യായാമമാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ രോഗികളെ ഉപദേശിക്കുക, ക്രമമായി നടക്കുന്നതാണ് ഏറ്റവും നല്ല വ്യായാമം ഹൃദ്രോഗബാധ തടയാനായിട്ട്. ഡോക്ടറുടെ അഭിപ്രായത്തിൽ നടപ്പ് അതായിരിക്കും ഏറ്റവും നല്ലത്. പുറമേ നടക്കാൻ സൗകര്യമുള്ളവർ അതാണ് ഏറ്റവും നല്ലത്. ഹൈ കണ്ടന്റ് ഓഫ് കൊളസ്ട്രോൾ ഡയറ്റിലുള്ള ഇപ്പോഴത്തെയുള്ള ആൾക്കാരൊക്കെ എല്ലാം ഡയറ്റൊക്കെ മാറി ബർഗറും പിസ്സയും ഒക്കെ തിന്നുന്നൊരു യുഗത്തിലേക്ക്, നമ്മൾ ഫാസ്റ്റ് ഫുഡിലേക്കുള്ള യുഗത്തിലേക്ക് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നു. ഈ കൊളസ്ട്രോൾ, ഈ കൂടിയ ഡയറ്റുകൾ ഏതെല്ലാമാണ് കമ്പൽസറി ആയിട്ട് ഒരു ഹൃദ്രോഗികൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഡോക്ടർക്കൊന്ന് പറയാം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദൂഷ്യം ചെയ്യുന്നത് ഈ വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങളാണ്. നമ്മൾ വളരെയധികം വറുത്തതും പൊരിച്ചതും ഉപയോഗിക്കുന്ന ഒരു ജനസമൂഹം. അതുപോലെ തന്നെ ദൂഷ്യം ചെയ്യുന്നതാണ് മൃഗങ്ങളുടെ കൊഴുപ്പ്. പ്രത്യേകിച്ച് നാൽക്കാലികളുടെ മാംസത്തിൽ ധാരാളം കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നുണ്ട്. പൂരിത എണ്ണയാണ് അതിൽ കൂടുതലായിട്ടുള്ളത്. ആ ഭക്ഷണപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ദൂഷ്യകരമാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഡോക്ടറെ ഞാനൊന്നോർത്ത്, ഡോക്ടർ മുമ്പ് പറയുകയുണ്ടായി പറക്കുന്ന പക്ഷികളുടെ ഇറച്ചി നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നൊക്കെ പറയുന്നത്. അതിൽ എന്താണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? പക്ഷികളുടെ മാംസം പൊതുവെ സുരക്ഷിതമാണ്. എന്തെന്ന് വെച്ചാൽ മാംസത്തിൻ്റെ അകത്ത് കൊഴുപ്പിൻ്റെ ഘടകമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തൊലി പൊളിച്ച് കളയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും ആ ഫാറ്റ് കണ്ടൻറ്റ് കുറഞ്ഞു കിട്ടും. മാംസം ഉപയോഗിക്കുന്നതിൽ വലിയ റിസ്ക് ഇല്ല, അത് ഉപയോഗിക്കാവുന്നതാണ്. പല ആൾക്കാരും ചോദിക്കും, ദിവസം ഒരു മുട്ട കഴിക്കുന്നത് കുഴപ്പമുണ്ടോ? ഹൃദ്രോഗികൾ ചോദിക്കാറുണ്ട്.
മുട്ട റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് നന്നായിരിക്കുകയല്ലേ, ആഴ്ചയിൽ ഒരെണ്ണം ഉപയോഗിച്ചു അതുകൊണ്ട് കുഴപ്പമില്ല. വൈറ്റ് ഓഫ് ദി എഗ് എല്ലാ ദിവസവും ഉപയോഗിക്കാം. എല്ലാ ആഴ്ചയിൽ ഒരിക്കലായാൽ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല.